ദൂതൻ മിമ്പറിൽ നിന്ന് ആമീൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുചരന്മാർ സഹാബിമാർ ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ ആമീൻ പറഞ്ഞത്? അത്താനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നു സഹാബിമാരെ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദുആ നടത്തി. 3 കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. നമ്മുടെ സന്ദർഭവുമായി യോജിക്കുന്ന വിഷയമാണ് പറയാൻ പോകുന്നത്. പരിശുദ്ധ റമദാനിൽ ഒരാൾക്ക് ജീവിക്കാനും വ്രതമനുഷ്ഠിക്കാനും കഴിഞ്ഞുകൂടാനുമൊക്കെ അവസരം കിട്ടിയിട്ടും പാപത്തിന്റെ കറകൾ ഹൃദയത്തിൽ ബാക്കിയായ നിലയിലാണ്, പാപത്തിൽ നിന്ന് പരിശുദ്ധരാവാതെയാണ് ഒരാൾ ഈ മാസത്തോട് വിട പറഞ്ഞതെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആ മനുഷ്യൻ വളരെയധികം ദൂരത്തേക്ക് ആട്ടിയോടിക്കപ്പെടട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം അത് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഖുൽ ആമീൻ, ആമീൻ എന്ന് പറയൂ. ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, 10-26 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അള്ളാഹുവിന്റെ വലിയ ഓഫറുകൾ ഉണ്ടായിരുന്ന ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി. ഇനിയും പലതും നമ്മുടെ മുമ്പിൽ വരാനിരിക്കുകയാണ്. പക്ഷേ ഉദാസീനതയുടെയും ആലസ്യത്തിന്റെയും മാതൃകകളായി മാറിയ മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ, ആവേശങ്ങൾ കാണിച്ചിരുന്ന റമദാനിന്റെ ആദ്യ ദിവസങ്ങളിലെ ജമാഅത്തിന്റെ അംഗസംഖ്യ ഇന്ന് പള്ളികളിലില്ല. ആളുകളുടെ ആവേശം കുറഞ്ഞുപോയി. നമ്മുടെ ചിന്തക്ക് നേർ വിപരീതമായി അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും വലിയ പുണ്യങ്ങൾ റമദാനിന്റെ അവസാന ദിവസങ്ങളിൽ തന്നെ നിറച്ചുവെച്ചു. പക്ഷേ നമ്മുടെ മനസ്സുകൾ മാറിപ്പോയി. ഈദിന്റെ ചിന്തയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മാത്രം, അതിന്റെ ഷോപ്പിംഗുകളിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മാത്രം മനസ്സുകൾ ഉടക്കി നിൽക്കുന്നു. റമദാൻ എന്ന ഭക്തി നിർഭരമായ ചിന്തയിൽ പലതും ഇടങ്കോലിടപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദര, നാം വളരെ ശ്രദ്ധയോടുകൂടി ഓരോ നിമിഷങ്ങളെയും കാണുക. ഈ സന്ദർഭത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മഗ്ഫിറത്ത് നൽകപ്പെടാത്ത ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളും ശവ്വാലിലേക്ക് കടക്കുന്നതെങ്കിൽ, നമ്മിലേക്ക് കടന്നു വന്ന ഈ അതിഥിക്ക് എന്താണ് റബ്ബിന്റെ കോടതിയിൽ പറയാനുള്ളതെന്ന ബോധമാണ് നമ്മെ ഭയപ്പെടുത്തേണ്ടത്. നമ്മിലേക്ക് കടന്നു വന്ന മഹനീയമായ ഈ അതിഥി, അസ്സിയാം, വ്രതം എന്ന് പറയുന്ന ഈ അതിഥി, ആതിഥേയരെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ പോവുകയാണ് റബ്ബിന്റെ കോടതിയിൽ. ആതിഥേയരായിരുന്നു നമ്മൾ. ആ അതിഥിയെ സ്വീകരിച്ച നമ്മൾ, ആ സ്വീകരണത്തിൽ എന്താണ് കുറവ് വരുത്തിയത്, എന്താണ് നാം പെരുമാറിയത് എന്ന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഈ നോമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ റമദാനിൽ നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വ്രതാനുഷ്ഠാനം, പരിശുദ്ധ റമദാനിന് ഇത്രമാത്രം മഹത്വമുണ്ടാകാൻ നിമിത്തമായ അത്ഭുതകരമായ പല കാരണങ്ങളാൽ ഒരു കാരണമായ ഖുർആനിന്റെ അവതരണം, ഈ 2 സംഗതികളും അതാ അള്ളാഹുവിന്റെ കോടതിയിൽ സാധുക്കളായ നമ്മെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോകുന്നു. എന്തു പറയും അള്ളാഹുവിന്റെ കോടതിയിൽ ഇത് രണ്ടും പോയിട്ട്? നാം അതിന് മാത്രം എന്താണ് ഈ അതിഥികളെ മാനിച്ചത്? നാം അതിന് മാത്രം ഈ വിശുദ്ധ ഖുർആനിനോടും ഈ വ്രതാനുഷ്ഠാനത്തോടും നമ്മൾ എന്ത് നീതിയാണ് പുലർത്തിയത്? ചിന്തിക്കേണ്ടുന്ന അനർഘമായ നിമിഷങ്ങളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും നമ്മൾ ഈ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പും ഖുർആനും അള്ളാഹുവിന്റെ കോടതിയിൽ സംസാരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ അവിടെ സംസാരിക്കാൻ പോവുകയാണ്. അടിമക്ക് വേണ്ടി സംസാരിക്കുകയാണ്. എനിക്ക് വേണ്ടി എന്നെ മാനിച്ച മനുഷ്യനാണ് ഇയാൾ. ആഗ്രഹങ്ങൾ എന്തുമുണ്ടായപ്പോഴും അള്ളാഹുവെ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് എന്നെ മാനിക്കാൻ വേണ്ടി ശഹവാത്തുകളെയും ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും അടക്കി നിർത്തിക്കൊണ്ട് ഏറ്റവും വലിയ ത്യാഗമനുഷ്ഠിച്ച മനുഷ്യനാണ് റബ്ബേ ഈ നിൽക്കുന്നത്. എനിക്ക് അയാളെ കുറിച്ച് നിന്നോട് പറയാനുണ്ട്. അയാൾക്ക് പുറത്തു കൊടുക്കണം. നോമ്പാണ് സംസാരിക്കുന്നത്. എന്നെ പാരായണം ചെയ്തിട്ടും എന്നെ പഠിച്ചിട്ടും എന്നെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടും ക്ഷീണം സഹിച്ച് ഉറക്കമിളച്ച് പ്രയാസപ്പെട്ട മനുഷ്യനാണ് റബ്ബേ ഈ നിൽക്കുന്നത്. ഖുർആൻ പറയുകയാണ്.
എന്നെ പഠിക്കാൻ, എന്നെ പാരായണം ചെയ്യാൻ വേണ്ടി റബ്ബി ഇന്നി മനഅ്തുഹു നൗമ ബില്ലൈൽ, രാത്രിയിലേറെ ഉറക്കമിളച്ച മനുഷ്യനാണ് ഇയാൾ. എന്നെ പഠിക്കാനും പാരായണം ചെയ്യാനും എന്നതനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിച്ച, ത്യാഗമനുഷ്ഠിച്ച മനുഷ്യനാണ് ഇയാൾ. എനിക്ക് ഇയാളെ കുറിച്ച് പറയാനുണ്ട് റബ്ബേ, പുറത്തു കൊടുക്കുക. ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഞാൻ നിന്നോട് റെക്കമെൻഡ് പറയുന്നത് നീ സ്വീകരിക്കണേ നാഥ എന്ന് അനുകൂലമായി റമദാനും ഖുർആനും ഒക്കെ സാക്ഷി പറയുന്ന ലോകമാണ് റബ്ബിന്റെ കോടതി എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ, ഈ അനർഘമായ നിമിഷങ്ങളിൽ, വിലപ്പെട്ട ഈ സന്ദർഭങ്ങളിൽ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവോട് നമുക്ക് പറയണ്ടേ, നാഥാ ഈ ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ മാത്രം ഈ വിശുദ്ധ ഗ്രന്ഥത്തോട് എന്ത് നീതിയാ ഞങ്ങളൊക്കെ പുലർത്തിയത്? ആ തിരിയെ ഒന്ന് നോക്കാൻ തയ്യാറായോ? ആ തിരിയെ ഒന്ന് മാനിക്കാൻ തയ്യാറായോ? ഒരു തവണയെങ്കിലും ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു തീർക്കാത്ത ഹതഭാഗ്യരില്ലേ നമ്മുടെ കൂട്ടത്തിൽ ഈ മാസമായിട്ട് പോലും? അതിൽ പറഞ്ഞ ആശയങ്ങൾ എന്തെന്ന് അക്ഷരത്തെറ്റ് കൂടാതെ വായിക്കാൻ അറിയാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത ആയിരക്കണക്കിന് മുസ്ലിം നാമധാരികളല്ലേ നമ്മുടെ സമൂഹത്തിലുള്ളത്. ഈ ഖുർആൻ നമുക്ക് അനുകൂലമായി അല്ലാഹുവിന്റെ കോടതിയിൽ പറയുമോ? നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് അനുകൂലമായി ഈ ഖുർആൻ സംസാരിക്കുമോ? എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട മനുഷ്യനാണ് ഈ നിൽക്കുന്നത്, എന്നെ ഓർത്ത് ത്യാഗം സഹിച്ച മനുഷ്യനാണ് ഈ നിൽക്കുന്നതെന്ന് പറയാൻ മാത്രം നമ്മൾ എന്തേ ഖുർആനുമായി സ്നേഹിച്ചത്? നമ്മൾ എന്തേ ഖുർആനുമായി ബന്ധപ്പെട്ടത്? കേൾക്കുന്നതും പറയുന്നതും ഒരു കാതിൽ നിന്ന് മറ്റൊരു കാതിലൂടെ പുറത്തേക്ക് തള്ളി നീക്കിക്കൊണ്ട് ധിക്കാരത്തിന്റെ സ്വരത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു തത്വങ്ങളോടും കൂറുപുലർത്താതെ സ്വന്തം ഇഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിതം തള്ളി നീക്കിയ ഹതഭാഗ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കോടതിയിൽ ഈ വിശുദ്ധ കലാം നമുക്ക് അനുകൂലമായി ഒരക്ഷരം പറയാൻ നിവൃത്തിയുണ്ടോ? ചിന്തിച്ചു നോക്കുക. അല്ലാഹുവേ, നീ അത്തരം ഹതഭാഗ്യരുടെ ലിസ്റ്റിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കണേ. മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക സഹോദരന്മാരെ. ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്ത് അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് നമുക്ക് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ആയുസ് കുറഞ്ഞവരാണ്, ആരോഗ്യം കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്. ഒരുപാട് അമല് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരുപാട് സമുദായങ്ങൾ ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സ്ഥിതി നമുക്കറിയാം. 950 കൊല്ലമാണ് മഹാനവറുകൾ ജീവിച്ചത്. ഒരു സമൂഹത്തിലേക്ക് അയക്കപ്പെടുന്ന പ്രവാചകന്റെ മാത്രം ആയുസ്സായിരിക്കില്ല അത്. ആ സമുദായത്തിന്റെയും ഒരു ശരാശരി അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാലും 600ഉം 700ഉം ഒരുപാട് കൊല്ലങ്ങളോളം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവസരം ലഭിക്കപ്പെടുന്ന ആ സമുദായത്തെ അവരുടെ അമലുകൾ കാണിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിലുണ്ടായ സങ്കടം എന്റെ ഉമ്മത്തിനതില്ലല്ലോ. ആ ഘട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിച്ചരുളിയ ഏറ്റവും വലിയ സമ്മാനമാണ് ലൈലത്തുൽ ഖദ്ർ. ഒരു പുരുഷായുസ് കൊണ്ട് ഒരു മനുഷ്യൻ ഇബാദത്തെടുത്താൽ തീരാൻ കഴിയാത്തത്ര മഹനീയമായ പുണ്യങ്ങൾ വാരിക്കോരി നിറച്ചുകൊണ്ട് ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഖൈറായ രാത്രി. 84 കൊല്ലം, 83 ചില്ലാനം കൊല്ലം തുടർച്ചയായി ഇബാദത്തിൽ മുഴുകാൻ ആർക്കാ സഹോദര സാധിക്കുക? എനിക്കോ നിങ്ങൾക്കോ മനസ്സ് വെച്ചാൽ സാധിക്കുമോ? ഒരു 100 കൊല്ലം ജീവിക്കാൻ ഒരാൾക്ക് ആയുസ് നൽകപ്പെട്ടാൽ പോലും അയാൾക്ക് 83 ചില്ലാനം കൊല്ലം തുടർച്ചയായി ഇബാദത്തെടുക്കാൻ കഴിയുമോ? കഴിയില്ല. പക്ഷേ അല്ലാഹു റബ്ബുൽ ആലമീൻ എത്ര കൊല്ലം ഒരാൾക്ക് ആയുസ് നൽകുന്നുവോ ആ കൊല്ലങ്ങളിൽ മുഴുവൻ ഓരോ ദിവസമതാ ഒരൊറ്റ രാത്രി നീ ഉപയോഗപ്പെടുത്തിയാൽ നിന്റെ ജീവിതത്തിൽ മുഴുവൻ നീ ചെയ്താൽ കിട്ടാത്തത്ര വലിയ പോരിശയാണ്, മഹത്വമാണ് കിട്ടാൻ പോകുന്നത്. ലൈലത്തുൽ ഖദ്ർ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. മലക്കുകളുടെ ഒഴുക്കാണെന്ന് അല്ലാഹു തുടരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. മലായിക്കത്തുകൾ ഒഴുകി ഇറങ്ങുകയാണ്. തനസ്സലുൽ മലായികത്തു വറൂഹ്. മലക്കുകൾ, റഹ്മത്തിന്റെ മാലാഖമാർ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമി ലോകത്തേക്ക്, വാനലോകത്ത് നിന്ന്. മലായിക്കത്തുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കൂലം കുത്തി ഒഴുക്കാണ് ഭുവനലോകത്തേക്ക്. മലക്കുകൾ ഒഴുകുകയാണ്. നേതാവാരാണ്? മലക്കുകളുടെ പടയെ നയിക്കുന്ന നേതാവാരാണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം.
ജിബ്രീൽ അലൈഹിസ്സലാമിനും മലായിക്കത്തുകൾക്കുമൊക്കെ കയറിപ്പറ്റാവുന്ന സന്ദർശിക്കാവുന്ന പരുവത്തിലാണോ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഖൽബും വീടുകളുമൊക്കെ ഉള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാമിനും റഹ്മത്തിന്റെ മലക്കുകൾക്കുമൊക്കെ സന്ദർശനം നടത്താവുന്ന പരിശുദ്ധിയിലാണോ എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളുള്ളത്, നമ്മുടെ വീടുകളുള്ളത്, നമ്മുടെ വീടുകളിലെ സജ്ജീകരണങ്ങളുള്ളത്, നമ്മുടെ സംസ്കാരമുള്ളത്? അവർക്കൊക്കെ കയറാനും കാണാനും പറ്റിയ സ്ഥലങ്ങളാണോ? ലാ യദ്ഖുലുൽ മലായിക, മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുന്നതല്ലെന്ന് പറഞ്ഞ സർവ്വതോന്യാസങ്ങളും സർവ്വയാളുകളുടെയും ഖൽബുകളിലും വീടുകളിലും നിറഞ്ഞാടി തിമർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മലായിക്കത്തും റൂഹുമൊക്കെ ഇറങ്ങുന്ന ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നമ്മൾ അവരെ സ്വീകരിക്കാനും വലിയ വലിയ ത്യാഗത്തിന്റെ ഏറ്റവും വലിയ ദിവസങ്ങളായ ഇത്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ അത് നേടിയെടുക്കാനും മാത്രം നാം ശുദ്ധരാണോ? പരിശോധിക്കേണ്ട നേരമാണിത്. എന്നിട്ട് പരിശോധിച്ചിട്ടോ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയേ പറ്റൂ, ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിച്ചേ പറ്റൂ. നാം ചിന്തിച്ചു നോക്കുക, അല്ലാഹു റബ്ബുൽ ആലമീൻ കഠിന കഠോരമായി വെറുത്തിട്ടുള്ള സംഗതികൾ നിറഞ്ഞാടുന്ന ഭവനങ്ങളാണിന്ന് നമ്മുടെ വീടുകൾ, അല്ലേ? പരിശുദ്ധ റമദാൻ കൊണ്ട് നേടിയെടുത്തിട്ടുള്ള നമ്മുടേതായ സർവ്വ സൂക്ഷ്മതകളെയും തകരാൻ ഇനി അധികം ദിവസങ്ങളില്ല. ലൈലത്തുൽ ഖദ്റിന്റെ ഏറ്റവും വലിയ മഹത്വം പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഇരിപ്പാണ്. കഴിഞ്ഞുപോയോ എന്തോ അള്ളാഹുവിനാണ് അറിയുക. റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങളത് പ്രതീക്ഷിക്കുക. 10 ദിവസങ്ങളിലെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒറ്റയായ രാവുകളിൽ സാധ്യതകളുള്ള ദിവസങ്ങൾ അതും കുറെ കഴിഞ്ഞുപോയി. ഇന്ന് വരാനിരിക്കുന്ന ഒരു രാവും ഏറെ സാധ്യതയുള്ള ഒരു രാവാണ്. ഉപയോഗപ്പെടുത്തിയവർ മഹാന്മാർ ഉപയോഗപ്പെടുത്തി, അല്ലാത്തവർ വലിയ നഷ്ടത്തിലായി. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് നാം നമ്മുടെ നാഥനോട് ഏറ്റുപറയേണ്ടത്? നാഥ, ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി തന്നെയാണ് ഖദ്റിന്റെ രാത്രിയിലും പ്രധാനമായും ഏറ്റുപറയേണ്ടത്. തൗബ തന്നെയാണ്, പശ്ചാത്താപം തന്നെയാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന വേളയിലും നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ വരേണ്ടത് കുറ്റബോധമാണ്. പൊറുക്കണേ അല്ലാ എന്ന പ്രാർത്ഥനയാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഏറ്റവും വലിയൊരു സംഗതി വേറെയില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ്റിന്റെ രാത്രിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ എന്താണ് ഏറെ എന്റെ നാഥനോട് ചോദിക്കേണ്ടത്? എന്തിനാ ഞാൻ ചോദിക്കേണ്ടത്? ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെങ്കിൽ അതല്ലേ ആ അവസരത്തിൽ മുത്തു മുസ്തഫ പഠിപ്പിക്കേണ്ടത്? ഒരാൾ ഈ ലോകത്ത് ഏറ്റവും നേടിയെടുക്കേണ്ട സമ്പാദ്യം എന്താണെങ്കിൽ അതല്ലേ ഏറ്റവും കിട്ടേണ്ട അവസരത്തിൽ ചോദിക്കേണ്ടത്? ചോദിക്കുന്നതൊക്കെ തരും എന്ന് പറയുന്ന 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ രാവിൽ ചോദിച്ചാൽ എന്തും കിട്ടുമെന്നുറപ്പുള്ള ദിവസത്തിൽ എന്തു പറയണം എന്ന മഹദിയുടെ ചോദ്യത്തിന് മുത്തു മുസ്തഫ പറയേണ്ടത് എന്തായിരിക്കും? നമ്മളുടെയൊക്കെ കണക്കുകൂട്ടൽ അനുസരിച്ച് കുറെ പണം തരണം അല്ലാ, സൗകര്യങ്ങൾ തരണം അല്ലാ, പ്രയാസങ്ങൾ തീർക്കണം അല്ലാ, നല്ല വീട് വേണം അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ കിട്ടുമെന്നുറപ്പുള്ള അവസരത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം നരകത്തിൽ നിന്ന് രക്ഷ നേടലാണ്. അതിനാവശ്യമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മാപ്പ് കിട്ടലാണ്. ഏറ്റവും വലിയ മാപ്പ് കിട്ടണം. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആയിഷ, നീ അധികരിപ്പിച്ചോ, നീ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ മാപ്പ് കൊടുക്കുന്നവനാണ്. അല്ലാ, മാപ്പ് കൊടുക്കൽ നിനക്ക് വലിയ ഇഷ്ടമാണ്. ഒരാളോട് മാപ്പ് കൊടുക്കുക എന്നുള്ളത് മനുഷ്യനല്ലേ പ്രയാസമുള്ളത്, അല്ലാഹുവിനത് ഏറെ ഇഷ്ടമാണ്. ഫഅഫു അന്നീ, ഫഅഫു അന്നീ, നീ എന്നോട് മാപ്പാക്കണം, എന്നോട് മാപ്പാക്കണം. ആവർത്തിച്ച് ഇത് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നരകമോചനത്തിന് ആവശ്യമായത് മഗ്ഫിറത്താണ്, അഫ്വ് കിട്ടലാണ്. അള്ളാഹുവിനോട് നിരന്തരമായി അതിന് ചോദിക്കേണ്ടതുണ്ട്. പക്ഷേ മനസ്സ് മുഴുവൻ, അതുപോലെ തന്നെ ശരീരം മുഴുവൻ
ഹറാമിന്റേതായ രക്തം തിളച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾ. റമദാനായിട്ട് പോലും കണ്ണിനെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ലാത്ത ഹതഭാഗ്യന്മാർ, കാതുകളെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ലാത്ത ദൗർഭാഗ്യവാന്മാർ, നാക്ക് നിയന്ത്രിക്കാൻ അറിഞ്ഞുകൂടാത്ത ദൗർഭാഗ്യവാന്മാർ കാത്തിരിക്കുകയാണ് പെരുന്നാൾ ആഘോഷിക്കാൻ. കഴിഞ്ഞോ നമുക്ക് ഈ മാസം? പരിശുദ്ധമായ ഈ മാസത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പാപമോചനത്തിന് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞുവോ? പറഞ്ഞുവോ? കൂട്ടക്കരച്ചിലിന്റെ നേരമല്ല, ആളുകളുടെ മുമ്പിൽ ഇരുന്ന് കരയേണ്ട സന്ദർഭമല്ല, ഒറ്റക്കിരുന്നു കൊണ്ട് എന്റെ ഖബറോർത്തുകൊണ്ട് കരയേണ്ട നേരമാണിത്. എന്റെ ഖബർ ഞാൻ ഓർക്കണം, എന്റെ മഹ്ശർ ഞാൻ ഓർക്കണം. ഒറ്റക്കൊറ്റക്ക് കണക്ക് പറയാനുണ്ട്. അവിടെ പാർട്ടിക്കാരില്ല ഹെൽപ്പ് ചെയ്യാൻ, ഗ്രൂപ്പുകാരില്ല, നേതാക്കന്മാരില്ല, സംഘടനകളില്ല, ആരും നമ്മെ സഹായിക്കാനില്ല. അവനവന്റെ അമല് മാത്രം അവിടെ മുടിനാരിഴകീറി വേർതിരിക്കപ്പെടുകയാണ്. അല്ലാഹ് നിന്റെ കോടതിയിലെത്തുമ്പോ ഞാൻ എന്തു പറയും? ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു പലതും, ഭർത്താവിന് വേണ്ടി ഞാൻ പലതും ചെയ്തു, ജ്യേഷ്ഠാനുജന്മാരെ തൃപ്തിപ്പെടുത്താൻ പലതും ചെയ്തു, നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ ചെയ്തു, പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്താൻ ചെയ്തു, പലരെയും തൃപ്തിപ്പെടുത്താൻ ചെയ്തു. അല്ലാഹ് ആരെയും ഇന്ന് എനിക്ക് കാണുന്നില്ലല്ലോ, ഞാൻ എന്ത് പറയും, ഞാൻ എന്ത് ചെയ്യും എന്റെ നാഥന്റെ മുമ്പിൽ? ഇതോർത്തൊറ്റക്കിരുന്ന് കരയാൻ കഴിയണം. അതിനുള്ള രാവുകളായി ഇനിയും വരുന്നത്, അതിനുള്ള പകലുകളായി ഇനിയും വരുന്നത്. പക്ഷേ ചിന്ത മാറിപ്പോയി. പിശാചിന്റെ അനുയായികൾ ഇശൽ സന്ധ്യക്കുള്ള പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്തു തുടങ്ങി. മനസ്സിലാക്കണം, നമ്മെ നശിപ്പിക്കാൻ, നമ്മെ തകർക്കാൻ ഒരാൾക്കും നാം മരുന്ന് കൊടുക്കരുത്. അതുകൊണ്ട് ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വേളകളാണ് ഇനിയും നമ്മുടെ മുമ്പിൽ വരാനുള്ളതെങ്കിൽ ഒരു സമയവും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടെ സഹോദര. അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ടുന്ന നേരമാണിത്. അത് തന്നെ ആവർത്തിച്ചു പറയേണ്ടതാണ്. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതെ പോയാലുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം അത് മനസ്സറിഞ്ഞ് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നോമ്പിൽ വന്നുപോയിട്ടുള്ള അപാകതകളോ കുറ്റങ്ങളോ ഒക്കെ ധാരാളം ഉണ്ടാകാം. പക്ഷേ അത് അധികം ഉണ്ടായിക്കൂടാ എന്നാണ് ഇസ്ലാമിന്റെ നിയമം. നോമ്പ് നോൽക്കുന്നത് അത്ര സൂക്ഷ്മതയിലാവണം. ഏറിയാൽ എത്ര ഉണ്ടാകാവൂ? നോമ്പിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ തന്നെ എന്തേ ഉണ്ടാകാവൂ? ഒരു 2 കിലോ അരി കൊണ്ട് പരിഹരിക്കാവുന്ന കുറ്റങ്ങളെ ഉണ്ടാകാവൂ. ഒരു 2 കിലോ അരി കൊണ്ട് പരിഹരിക്കാവുന്ന കുറ്റങ്ങളും കുറവുകളുമൊക്കെയേ നോമ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിലേക്കുള്ള സൂചനയല്ലേ നോമ്പുകാരനതാ നോമ്പ് അവസാനിച്ച് ശവ്വാലിന്റെ പൊന്നമ്പിളി കാണുന്നത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായി കൊടുത്തു വിട്ടേണ്ടുന്ന ഫിത്തർ സക്കാത്തുൽ ഫിത്തർ. എന്തിനാണ് നിശ്ചയിച്ചത്? പല ലക്ഷ്യങ്ങളുമുണ്ട് നമ്മൾ ഫിത്തർ സക്കാത്ത് കൊടുക്കുമ്പോൾ.